ഹലോ. കാച്ചിയ മോരിൻ്റെ റെസിപ്പി എപ്പോഴും ചോദിക്കാൻ പറ്റില്ല, ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കാച്ചിയ മോര് ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ തമല, ഇത് ഞാൻ കോഫി കുടിക്കാൻ മുമ്പ് എടുത്തിരുന്ന എൻ്റെ സ്വന്തം തമലയായിരുന്നു. ഇപ്പം ഞാൻ മോര് കാച്ചാൻ എടുക്കാട്ടോ. ഇതിൽ കുറച്ച് വെള്ളം, ഒരു 2-3 സ്പൂൺ വെള്ളം ഉണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് വേകണം എന്നാണ് പറയുക. മഞ്ഞൾപ്പൊടി നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇനി നമുക്കതിലേക്ക് മോര് ചേർക്കണം. വളരെ കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കുറേ ദിവസം നിന്ന് കാച്ചി വെക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാത്രമൊക്കെ ഒന്ന് മാറ്റിയത്. വളരെ ചെറിയ പാത്രമാക്കി ഒരു 2-3 നേരം കൂട്ടാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമുക്കത് വീണ്ടും ഓൺ ചെയ്യാം. മോരൊന്ന് തിളയ്ക്കണം. മോര് തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ മോര് തിളയ്ക്കണം, എങ്കിലാണ് കാച്ചിയ മോരാവുള്ളൂ. ഞാൻ താളിച്ചിട്ടുള്ള കാച്ചിയ മോരല്ല ഉണ്ടാക്കുന്നത്, അത് മോര് കാച്ചിയത്. ഇത് കാച്ചിയ മോര്. മോര് കാച്ചിയാലാണ് അത് മോര് തിളച്ചാലാണ് അത് കാച്ചിയ മോരാവുള്ളൂ. ഇല്ലെങ്കിൽ അത് പുളിശ്ശേരി പോലെയുള്ള ഒരു ടേസ്റ്റാണ് വരിക. വെറുതെ ഒന്ന് ചൂടായാൽ പോരാ, ഒരു തിളച്ച് വരണം. തിളച്ചാൽ നല്ല കാച്ചിയ മോരിൻ്റെ ഒരു മണം വരും. അപ്പം ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത്ര തന്നെ ചേർക്കണുള്ളൂ കേട്ടോ. ഇത് പച്ചമോര് കൂട്ടണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ കാച്ചുന്നതാണ്, അല്ലാതെ താളിച്ച് ഒഴിച്ചു കൂട്ടാൻ പോലെ ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇതാണ് എൻ്റെ സ്വന്തം കാച്ചിയമോര്. നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്ന കാച്ചിയമോര്. ഇത്രയും മതി. ഇപ്പോൾ കാച്ചിയമോരായി. നല്ല കാച്ചിയമോരിൻ്റെ മണം വരും. ഒരുപാട് പുളിയുള്ള മോര് എന്ന് പറയുന്നില്ല, പക്ഷേ ചെറിയൊരു പുളി വേണം, എന്നാലൊരു സ്വാദ്. ഇതിൽ കറിവേപ്പില ഇടാം, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ദിവസേന ഇതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അതിൽ വേറെ ഒന്നും ചേർക്കാറില്ല. ഇങ്ങനെ അങ്ങ് ഒഴിച്ചങ്ങ് കഴിക്കും. ഇതാണ് എൻ്റെ കാച്ചിയമോര്. കാച്ചിയമോര് റെഡി. ഇവിടെ ഞാനിങ്ങനെയാണ് കാച്ചുക കേട്ടോ.